ഇന്നൊരു വെറൈറ്റി വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴേ ഒരു കോൾ വന്നു വാപ്പാക്കേ. അപ്പോൾ ഇക്കാടെ വീടിൻ്റെ മുകളിൽ ഒരു തെങ്ങ് വീണു എന്ന് പറഞ്ഞിട്ടുണ്ട്, കാറ്റത്ത് ഒന്ന് ചെരിഞ്ഞാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വാപ്പ വാളെടുത്ത് പോയതിൻ്റെ പുറകെ നമ്മളും പോയി. ഞാനും പിള്ളേരും അതിൻ്റെ പുറകെ പോയി നോക്കി. അവിടെ പോയി ഇപ്പോഴത്തേനും ഈ ഒരു സെറ്റപ്പിലാട്ടോ. ക്രെയിൻ അവർ വിളിച്ചിട്ടുണ്ട്. ക്രെയിൻ വന്ന് തെങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പതുക്കെ ഓട് കുറേ പോയിട്ടോ, എന്നിരുന്നാൽ തന്നെയും തെങ്ങ് പതുക്കെ JCB-കാരന് ഒരു ബിഗ് സല്യൂട്ട്. തെങ്ങ് പതുക്കെ വേറെ ഒരു ഓടും കളയാതെ പതുക്കെ 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 കണ്ടോ, വളരെ സൂക്ഷിച്ചാട്ടോ പുള്ളി എടുത്ത് വയ്ക്കണേ. വേറെ ഓടും കാര്യങ്ങളൊന്നും, അവിടെ കുറേ മരം, ലൈന്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്നും കളയാതെ കറക്റ്റ് ഡീസൻ്റായിട്ട് പതുക്കെ 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 എടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ നമ്മുടെ ഇക്കാടെ വീട് അവിടെ വേറെ വീട് പണിയുന്നുണ്ട്. അപ്പോൾ വാടകയ്ക്ക് കിടക്കുന്ന വീടാട്ടോ ഇത്. അപ്പം വേറെ വീട് അവിടെ പണിയാനുള്ള സെറ്റപ്പും തറയൊക്കെ ഇട്ടു, കട്ട വയ്ക്കാൻ തുടങ്ങി. അപ്പം അതിന് വാടകയ്ക്ക് കിടക്കുന്ന വീടാണ്. അപ്പം ഈ അവിടെ കിടന്നപ്പോഴത്തേനാണ് ഇന്ന് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ്, ഞായറാഴ്ച 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് തെങ്ങ് അതിൻ്റെ മുകളിലോട്ട് പതുക്കെ വലിയ കാര്യമായിട്ട് വീണില്ല കേട്ടോ, പതുക്കെ ചെരിഞ്ഞങ്ങ് പോയിരുന്നു എന്നുള്ളൂ തോന്നണു. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഇക്ക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ അത് ഇറക്കി വെച്ചു കേട്ടോ. ഇറക്കി പതുക്കെ ഇങ്ങനെ വെക്കണം, കണ്ടോ. വളരെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും പോകാതെ, അതായത് നമ്മുടെ സ്ഥലവും കൂടെയല്ല, വേറെ ആളുടെ സ്ഥലത്ത് നമ്മൾ വാടകയ്ക്ക് കിടക്കുന്നതായിരുന്നു. അപ്പോൾ അതൊന്നും കളയാത്ത രീതിക്ക് വളരെ ഭംഗിയായിട്ട്, ഭംഗിയെന്ന് പറയാൻ പറ്റില്ല, വളരെ സൂക്ഷിച്ചിട്ട് പുള്ളി. അതിൻ്റെ ഇടയ്ക്ക് ലൈനും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ അതൊന്നും ടച്ചാകാതെ നല്ല രീതിയിൽ പതുക്കെ 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 ഇങ്ങനെ ഇറക്കി വയ്ക്കുക കേട്ടോ. ക്രെയിനൊക്കെ പതുക്കെ ലൂസാക്കി എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഇറക്കി വയ്ക്കുന്നു. ഇക്കായ നോക്കിക്കണ്ടിട്ട് ഇക്കായും ആകെ ഒരു ഇത്. അത് കഴിയുമ്പോൾ പിന്നെ ഇറക്കി താഴെ വെച്ചു. ഇതാണ് എൻ്റെ വാപ്പ. വാപ്പാക്ക് പണ്ട് തൊട്ട് തടിയുടെ പരിപാടിയാട്ടോ, തടി മുറിക്കലും തടി മേടിക്കലും. അങ്ങനെ ഇനിയാണ് വാപ്പാടെ ഊഴം. വാപ്പ അങ്ങനെ ഓരോന്ന്. അപ്പോൾ ആദ്യം കെട്ടിപ്പോൾ അതിനകത്ത് വള്ളി വാളിലുടക്കി. പിന്നെ അതൊരു 5-6 മിനിറ്റ് അത് പോയിട്ടോ, വള്ളിക്ക് എടുത്ത് കളഞ്ഞ്. പിന്നെ ഇങ്ങനെ കണ്ടോ എല്ലാ കാര്യങ്ങളും. തെങ്ങ് അങ്ങനെ മുറിച്ച് ഇട്ട് വാപ്പ വാളും കൊണ്ട് എല്ലാം 1, 2, 3 അങ്ങനെ കുറേ പീസുകളായിട്ട്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തടിയുടെ പരിപാടിയാട്ടോ ഇപ്പം. പിന്നെ ഇച്ചിരി ഇതൊക്കെ ആയതിൻ്റെ പേരിൽ ഇപ്പം അങ്ങനെ വലിയ വാപ്പ സ്വന്തമായിട്ട് തടി മേടിച്ച് അവരുടെ ലോക്കലിൽ അങ്ങനെ തടി മേടിച്ച് സ്വന്തമായിട്ട് വെട്ടി അങ്ങനെ വിൽക്കണ പരിപാടിയാട്ടോ. അങ്ങനെ ഇക്ക വന്ന് ഇതെല്ലാം മാറ്റി എല്ലാം സെറ്റാക്കിയിട്ട് എല്ലാം ഇതാക്കി. അപ്പോൾ സർവീസ് വയർ ഓർമ്മ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ക്രെയിൻ്റെ അകത്ത് നിന്ന് കയർ അയച്ചിട്ടില്ല കേട്ടോ, സർവീസ് വയർ അയച്ചിട്ട് ആ സർവീസ് വയർ ഇപ്പുറത്തോടെ ഇടാൻ പറഞ്ഞു. അങ്ങനെ സർവീസ് വയർ വന്ന് ഇപ്പുറത്തോടെ ഇട്ട് അങ്ങനെ പതുക്കെ ഇറക്കുക. പതുക്കെ നിലത്ത് മുട്ടിച്ച് ക്രെയിൻ പതുക്കെ ലൂസാക്കി താഴെ. ഒരു ഞായറാഴ്ച ദിവസത്തെ പരിപാടികളാട്ടോ ഈ പറയണേ. ഞായറാഴ്ച ദിവസങ്ങൾ അങ്ങനെ ഇറക്കി എല്ലാം റെഡിയാക്കി അങ്ങനെ ആ കെട്ടയ്ക്ക് അഴിച്ച് കൊടുത്തു വിട്ടു. അപ്പം ഇങ്ങനെ ക്രെയിനിലെ പരിപാടികൾ ഏകദേശം തീർന്നു. അങ്ങനെ അൽഹംദുലില്ലാ വലിയ കേടുപാടുകളില്ലാതെ, ആ ഓട് മാറിയാൽ മതിയല്ലോ, വേറെ പാടുകളൊന്നും ഇല്ലാതെ എല്ലാം സെറ്റായി. അങ്ങനെ കയറും ഇതെല്ലാം കൊടുത്തു വിട്ടു. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ 2 പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഞായറാഴ്ച ഇന്ന് എന്ത് ചെയ്യും, ചുമ്മാ സമയം പോകുന്നില്ല, ബോറടി ആയതിൻ്റെ പേരിൽ ഇങ്ങനെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇക്ക വിളിച്ചു പറഞ്ഞ് പാപ്പ പോയി. അതിൻ്റെ പുറകെ ഞങ്ങളും പോയി. അങ്ങനെ ക്രെയിനെല്ലാം എടുത്ത് ക്രെയിൻ കാരണം ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിക്ക് ഇങ്ങനെ നിന്നപ്പോഴത്തേന് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് 2 പിള്ളേർ. അപ്പം നോക്കിയപ്പോൾ ഇത്രയും നേരം നിന്നിട്ട് ക്രെയിനിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് കണ്ടില്ല. അപ്പോൾ അത് കൊച്ചിൻ്റെ കൂട്ടുകാരൻ, ചെറുക്കൻ്റെ അബാൻ്റെ കൂട്ടുകാരനെ കണ്ടു, ഒരു ഹായ് പറഞ്ഞു. അങ്ങനെ ക്രെയിനും വാപ്പ അവിടെ നിന്ന് മരം മുറിച്ചു തുടങ്ങി. വാപ്പ സ്കൂട്ടറിലാണ് പോയതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും നോക്കില്ല. ഞങ്ങളെന്നാൽ പോവാട്ടോ വാപ്പ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തു, പോവാന്ന് പറഞ്ഞു. അങ്ങനെ ക്രെയിനും പോയി. ക്രെയിൻ പോകാനുള്ള തയ്യാറെടുപ്പ്, ക്രെയിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ക്രെയിൻ പോയി. അപ്പം നോക്കിയപ്പോഴത്തേനും ചെറുക്കന് എനിക്കൊരു ഫോട്ടോ എടുക്കാം, കാറ് നല്ല ലുക്കിലാണ് കിടക്കണേന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോയും എടുത്തു. അങ്ങനെ പോയ വഴിക്കാൻ തന്നെ ബായിനെ കണ്ടു. അപ്പം ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണെങ്കിലും ഇറങ്ങിയതല്ലേന്ന് ഓർത്ത് ഒരു ഐസ്ക്രീമും മേടിച്ച് അവിടെ നിർത്തി 2-3 വണ്ടിയുടെയും പിള്ളേരുടെയും കൂടി ഞായറാഴ്ച ദിവസമല്ലേ, അപ്പോൾ 2-3 ഫോട്ടോയും എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഞായറാഴ്ച ദിവസത്തെ ഇന്നത്തെ പരിപാടി അവിടെ തീർന്നിരിക്കുകയാണ്.